ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്, ഞാൻ ഇന്നലെ അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ വീഡിയോ എൻ്റെ ഫേസിൽ ഞാൻ ഒരു വീഡിയോ പറഞ്ഞു വരുന്നുള്ളൂ. പ്രധാന കാരണം ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു, കുറച്ച് തിരക്ക് കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ ഫ്രീ ആയിട്ടിരിക്കുന്നു എന്നല്ല. അപ്പോൾ ഞാൻ ബ്യൂട്ടീഷ്യൻ്റെ ഒരു ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡെയിലി എപ്പോഴും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചിലപ്പം ചില വെഡ്ഡിങ് വർക്കുകളൊക്കെ വരുമ്പോഴത്തേക്കിന് ഞാൻ വീഡിയോ ഒന്നും ഇടാൻ എനിക്ക് വന്ന വീഡിയോ പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും, അല്ലാതെ വേറെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടല്ല. അപ്പോൾ ഒരു കമൻറ്റ് കണ്ടു, ചേച്ചി എന്താ ഡെയിലി വരാത്തതെന്നൊരു കമൻറ്റ് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇന്ന് ഈ ഒരു കാര്യം. ഇന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടികൊഴിച്ചിലാണ് പ്രധാനമായിട്ടും. ഇപ്പോൾ ഞാൻ മുടികൊഴിച്ചിലിന് ഒട്ടേറെ വീഡിയോ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും മുടി കൊഴിയുന്നുവെങ്കിൽ ഞാൻ ആദ്യം പറയാം, നമ്മൾ ഒരു ഡോക്ടറിനെ പോയി കാണുക. എന്തെങ്കിലും ആ ഒരു ഹോർമോൺ ചേഞ്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുടി നന്നായിട്ട് കൊഴിയും. പ്രധാനമായിട്ടും തൈറോയിഡ് ഉള്ളവർക്ക് മുടി കൊഴിയാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം എനിക്ക് തൈറോയിഡ് ഉണ്ട്, ഞാൻ ഒരു ഹൈപ്പോ തൈറോയിഡ് പേഷ്യൻ്റാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എനിക്ക് നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട്. എന്നാൽ പോലും ആ ഒരു മുടി കൊഴിച്ചിലിനെ എനിക്കൊരു പരിധിവരെ തടയാൻ കഴിയുന്നുണ്ട്. അതിനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഴ്ചയിൽ ഒരിക്കലൊരു ഹോട്ട് ഓയിൽ മസാജ്, അതുപോലെ ഓണിയൻ ജ്യൂസ്. ആ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നതിൻ്റെ അന്ന് തന്നെ ഞാൻ ഓണിയൻ ജ്യൂസ് മസാജ് ചെയ്യാറുണ്ട്. അതുപോലെ ഹോട്ട് ഓയിൽ മസാജും ചെയ്തതിന് ശേഷം കറ്റാർ വാഴയുടെ ജ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്യുവർ കറ്റാർ വാഴ, അതിൻ്റെ ജെല്ല് പൾപ്പ് എടുത്തിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ ഇത് ഒക്കെ ചെയ്ത് ഞാനൊരു പരിധി വരെ കുറച്ച് വെച്ചേക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും മുടി കൊഴിച്ചിൽ വലിയ ഒരു വ്യത്യാസം ആ ഒരു അത്ര ഇതായിട്ട് ഇല്ല, കൊഴിയുന്നുണ്ട്. സാധാരണ ആൾക്കാർക്ക് കൊഴിയുന്നതിലും കുറച്ചും കൂടിയായിട്ട് കൊഴിച്ചിലുണ്ട്. എന്നാലും പഴയതുപോലെ ഒരു തൈറോയ്ഡ് പേഷ്യന്റ്, നോർമലി ഒരു തൈറോയ്ഡ് പേഷ്യന്റിന് മുടി കൊഴിയുന്ന അത്ര കൊഴിച്ചിൽ ഇപ്പോൾ എനിക്കില്ല. ഓക്കെ, അത് ഞാനൊരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ടാബ്ലറ്റ്സ് ഒക്കെ ഞാൻ കണ്ടിന്യൂ കഴിക്കുന്നുണ്ട്. അതിന്റെ ലെവൽ അനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതൊക്കെ മാറിയതിനു ശേഷം ഒരു നോർമൽ വ്യക്തിക്ക് മുടി ശരിക്ക് കൊഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഡെയിലി ചെയ്യുന്ന റൊട്ടീനിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മുടി കൊഴിയാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മുടി ചീകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഹാഫ് ആൻ അവർ, അരമണിക്കൂർ കൂടുമ്പോൾ മുടി ചീകുക. ചിലപ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് മുടിയിൽ കുറച്ച് കൂടുതൽ ഉടക്കൊക്കെ ആയി, അല്ലെങ്കിൽ അത് കെട്ട് വീണ് കിടക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പോയി ഒരു കോമ്പെടുത്തിട്ട് മുടി ചീകാൻ തുടങ്ങും. അങ്ങനെ ഒരു ഡെയിലി നമ്മളൊരു 5 to 10 times ഒന്നും മുടി ചീകാൻ നിൽക്കരുത്. കാര്യം അത് മുടി ചീകുക 1 time, അത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചീകി ആ ഉടക്ക് കളഞ്ഞ് മുടിയൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട്, അതുപോലെ ഭയങ്കരമായിട്ട് ഇറുക്കി മുടി കെട്ടി വെക്കുകയും ചെയ്യരുത്. അപ്പോൾ കുറച്ചൊരു നമുക്ക് എയർ ഉള്ളിലേക്ക് വായു കിട്ടത്തക്ക രീതിയിൽ ഒന്ന് ലൂസായിട്ട് കെട്ടിയിടുക. അതല്ലാതെ എപ്പോഴും മുടി ചീകാൻ നിൽക്കരുത്. പിന്നീട് രണ്ടാമത്, അപ്പോൾ ഒന്നാമത്തെ കാര്യം, മുടി ഇങ്ങനെ അമിതമായിട്ടുള്ള ചീകുന്നത് മുടിയുടെ ആരോഗ്യം പോവുകയും മുടിയുടെ തുമ്പ് സ്പ്ലിറ്റ് ആകാനും, അതുപോലെ നമ്മുടെ ശിരോചർമ്മം സ്കാൽപ്പിലൊക്കെ അതിൻ്റെതായ ആ ഒരു രീതിയിൽ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, നനഞ്ഞ മുടി ചീകരുത്. നനഞ്ഞ മുടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ മുത്തശ്ശിമാരും ഒക്കെ പറയാറുള്ളതാണ്, നനഞ്ഞ മുടി ചീകുന്നത് വളരെയേറെ ദോഷം ചെയ്യും. കാര്യം നനഞ്ഞ മുടിയിൽ നമ്മൾ വെറുതെ ഒരു ചീപ്പിട്ട് ചീകുന്നതാണെങ്കിലും നമ്മൾ വിരൽ വെച്ചിട്ട് അത് ആ ഒരു രീതിയിൽ നമ്മളൊന്ന് കൈകൊണ്ട് അകത്തി ഒന്ന് മുടി ഒന്ന് കോതി എടുക്കുക എന്നുള്ളതല്ലാതെ ചീപ്പിട്ട് ഒരിക്കലും, നിങ്ങൾ എത്ര തിരക്കുള്ളൊരു വ്യക്തിയാണെങ്കിലും ശരി, നനഞ്ഞ മുടി നല്ല ഇറുകിയ ചീപ്പിട്ട് ചീകുകയോ ശക്തമായിട്ട് ചീകുകയോ ചെയ്യരുത്. അത് മുടി സ്പ്ലിറ്റ് ആകാനും മുടി പെട്ടെന്ന് കൊഴിയാനുമുള്ള സാധ്യത 100-95% സാധ്യതയും കൂട്ടിത്തരുന്ന ഒരു കാര്യമാണ് ഈ നനഞ്ഞ മുടി ചീകുന്നത്. അതുപോലെ നനഞ്ഞ മുടി ചീകുന്നതോടൊപ്പം തന്നെ നനഞ്ഞ മുടിയിൽ നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും ഇപ്പം കുളിച്ച ഉടനെ നമ്മൾ തോർത്തിട്ട് കെട്ടുന്നത്, വീട്ടമ്മമാരാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ കെട്ടി വയ്ക്കുന്നൊരു പതുകൊണ്ട്, അങ്ങനെ നമ്മളൊരു നനഞ്ഞ തോർത്ത് ഉപയോഗിച്ച് കെട്ടി വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ മുടി നന്നായിട്ട് തുവർത്തിയ ശേഷം, തുവർത്തുമ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക,
ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് മുടിയെ അതൊരു നമുക്കിപ്പം മുടിക്ക് നോവില്ല, നമ്മുടെ തലയ്ക്ക് നോക്കും എന്നുള്ളത് ഓക്കെ. അപ്പോൾ മുടിക്ക് ആ ഒരു ഡാമേജ് വരുന്ന രീതിയിൽ ഒരിക്കലും മുടി തുവർത്തരുത്. നന്നായിട്ടൊന്ന് മുടി ഒപ്പിയെടുക്കുക. അതുപോലെ വെള്ളം വരുന്ന ഭാഗം മുടി മുറുക്കി കെട്ടിവെക്കാതെ ആ മുടിയിലെ വെള്ളം വന്ന് നമ്മുടെ ഈ തുമ്പിൽ വന്നിട്ട് താഴത്ത് വീഴുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനെ വരാതെ ആ തുമ്പൊന്ന് തോർത്തിലോ കോട്ടൺ ആ ഒരു നമ്മൾ എന്താണിട്ട് തല കെട്ടുന്നത് അത് വെച്ചിട്ട് തുമ്പ് മാത്രം ഒന്ന് അവിടേക്ക് മാത്രം ഒരു തോർത്ത് ഉപയോഗിച്ച് കെട്ടി എന്ന് വെച്ചാൽ തലേന്ന് തന്നെ ഒരു കോട്ടൺ തുണി എടുത്ത് വെച്ചിട്ട് തുമ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ വെള്ളം വന്ന് ഇറ്റി വീഴുന്ന ഭാഗത്ത് ഒന്ന് മടക്കി വെക്കുകയോ മറ്റോ ചെയ്ത് വെക്കുക. അതൊരു 10 to 15 മിനിറ്റ്സ് മാത്രം മതി. കാര്യം കൂടുതൽ നേരം അങ്ങനെ കെട്ടി വെക്കാനും പാടില്ല. ഓക്കെ. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക മുടി ചീകുന്നത്, രണ്ടാമത് നനഞ്ഞ മുടി ചീകുന്നത്. അപ്പോൾ എപ്പോഴും മുടി ചീകാതിരിക്കുക, നനഞ്ഞ മുടിയും അതുപോലെ ചീകാതിരിക്കുക. പിന്നെ നനഞ്ഞ മുടി ഞാനിപ്പോൾ പറഞ്ഞു കെട്ടി വെക്കുന്നതും നിങ്ങളത് കാര്യം ഇപ്പം തിരക്കോട്ട് ജോലിക്ക് പോകുന്നവര് പെട്ടെന്ന് മുടിയൊക്കെ നന്നായിട്ട് കെട്ടി വെച്ചിട്ട് കുളിച്ചുടനെ വന്നിട്ട് മുടിയൊക്കെ കെട്ടി വെച്ച് പോകുന്നവർ കാണും. അങ്ങനെ കെട്ടാതിരിക്കുക. ഒന്ന് ജസ്റ്റ് ഒരു ഹെയർ പിൻ ഉപയോഗിച്ച് ഒന്ന് പിൻ ചെയ്തതിന് ശേഷം പോവുക. മുടി ഒരു ഹെയർ ബാൻഡ് നമ്മൾ സൂക്ഷിക്കുക. അത് ഓഫീസിലോ സ്കൂളിലോ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഫ്രീ ആയതിനു ശേഷം മുടി ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മുടിയൊന്ന് അതും മുറുക്കി കെട്ടാതെ നമുക്കൊന്ന് എയർ കയറുന്ന വായുസഞ്ചാരം കിട്ടത്തക്ക രീതിയിലൊന്ന് കെട്ടിവെക്കുക. പിന്നീട് ദിവസേന ഏറ്റവും പ്രധാനം ദിവസേനയുള്ള ഷാമ്പൂവിൻ്റെ ഉപയോഗം. നിങ്ങൾ ചിലപ്പോൾ ഡെയിലി വണ്ടിയിൽ പോകുന്ന 2 വീലറിലായിരിക്കും അല്ലെങ്കിൽ ബസ്സിലായിരിക്കും. ഇപ്പോഴത്തെ ഡസ്റ്റിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊടി പടലങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്ന് വെച്ചിട്ട് വൈകുന്നേരം വരുമ്പോൾ ഡെയിലി ഷാമ്പു ചെയ്യുന്നത് ഒഴിവാക്കുക. ആഴ്ചയിൽ ഒരു 2-3 ടൈംസ് നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് താളി പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിൽ തന്നെ താളിയോ കറ്റാർവാഴ ജ്യൂസോ ഉപയോഗിച്ച് ഷാമ്പു പോലെ വാഷ് ചെയ്യുക. അത് നോർമലി ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ കെമിക്കലി വാങ്ങിക്കുന്ന ഷാമ്പു, മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഷാമ്പു ഒരിക്കലും നമ്മൾ ദിവസേനയുള്ള തല കഴുകുന്നതിൽ ഉപയോഗിക്കാതിരിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെയറിനെ ഡ്രൈ ആക്കുകയും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുടി സ്പ്ലിറ്റ് ആകുവാനും അതുപോലെ നമ്മുടെ ശിരോചർമ്മം ഓട്ടോമാറ്റിക്കലി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഓയിൽ അത് ഉണ്ടാക്കുന്നുണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് കുറയ്ക്കുകയും അവിടുത്തെ സെല്ലിനെയൊക്കെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെയിലി ഷാമ്പു ചെയ്യുന്നത് ഒന്ന് ഒഴിവാക്കുക. അതുപോലെ ചൂടുവെള്ളത്തിലുള്ള ഹെയർ വാഷിങ്. ചിലപ്പോൾ നമ്മൾ നല്ല ടയേർഡായിട്ടൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഹീറ്റർ ഓൺ ആക്കിയിട്ട് നമ്മൾ ദേഹത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ചെറു ചൂടുവെള്ളം തലയിൽ ഒഴിക്കാനും നമ്മൾ ആഗ്രഹിക്കും. ചിലപ്പോൾ അങ്ങനെ അതിപ്പം ഒഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖം, നമുക്ക് ചിലപ്പോൾ ഭയങ്കര ഉന്മേഷം കിട്ടുമായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഏറ്റവും കൂടുതൽ കൊഴിയാനുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കും. 100% മുടി കൊഴിയാനുള്ള സാധ്യതയാണ് ചൂടുവെള്ളം നമ്മുടെ തലയിൽ ഒഴിക്കുന്നത് മൂലം ഉണ്ടാകുന്നത്. അപ്പോൾ ചൂടുവെള്ളത്തിൽ തല വാഷ് ചെയ്യുന്നത് ഒഴിവാക്കുക. അമിതമായ ഷാമ്പൂവിൻ്റെ ഉപയോഗവും നിർത്തുക. അതുപോലെ നമ്മൾ ഷാമ്പു ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടീഷണറും ഉപയോഗിക്കും. അപ്പോൾ കണ്ടീഷണർ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടീഷണർ ഉപയോഗിക്കാതിരിക്കുക. കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ സ്കാൽപ്പിൽ കണ്ടീഷണർ പറ്റാത്ത രീതിയിൽ ഉപയോഗിക്കുക. അത് നമ്മുടെ മുടിയിൽ മാത്രം. ഹെയർ നമ്മൾ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി അങ്ങ് പറന്ന് ആ ഒരു രീതിയിൽ വരും. അപ്പൊ അങ്ങനെ ആകാതിരിക്കാനായിട്ട് മുടി ഒന്ന് സോഫ്റ്റ് ആകാനും നല്ല ഗ്ലേസിങ് കിട്ടാനും ഒക്കെ ആയിട്ടാണ് ആ ഒരു നല്ലൊരു ഗ്ലേസിങ്, ആ ഒരു ഓയിലി സ്ട്രക്ചർ അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ പറ്റാതെ മുടിയിൽ മാത്രം തേക്കാൻ ശ്രമിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടീഷണർ ഉപയോഗിക്കുന്നുവെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഷാമ്പു ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ പച്ച വെളിച്ചെണ്ണ, സാധാരണ നോർമൽ വെളിച്ചെണ്ണ കുറച്ച് കയ്യിലെടുത്തിട്ട് നമ്മുടെ മുടിയിൽ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ മുടിയിൽ തേച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞാലും മതി. നമുക്ക് ആ ഒരു മുടിക്ക് ആ ഒരു തിളക്കം കിട്ടും. അപ്പോൾ കണ്ടീഷണർ കഴിവതും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നന്നായിട്ട് ശ്രദ്ധിച്ച് മാത്രം കണ്ടീഷണർ ഉപയോഗിക്കുക. നമ്മൾ കുളിക്കുന്നതിന് മുൻപ് എണ്ണ തേക്കുക. എണ്ണ തേക്കുന്നത് നമ്മളുടെ സ്കിന്നിനും ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഗ്ലോയിങ്, ആ ഒരു ഓയിലി സ്ട്രക്ചർ നൽകുന്നു. ആ ഒരു ഇതിൽ ഏറ്റവും നല്ലത്. അത് മാത്രമല്ല നമ്മൾ എണ്ണ തലമുടിയിൽ തേച്ചിട്ട് വാഷ് ചെയ്യുമ്പോൾ മുടി കുറച്ചും കൂടി സോഫ്റ്റ് ആകാൻ ഉള്ള ടെൻഡൻസി ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കാതെ തന്നെ നമുക്ക്
മുടിക്ക് ആ ഒരു എന്താ ആ ഒരു ഓയിലി കൺസിസ്റ്റൻസി ആ ഒരു രീതിയിൽ നമുക്ക് മുടിക്ക് ഒരു ഫ്രഷ്നെസ് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും എണ്ണ തേച്ച് കുളിക്കുക. ഒരു എന്നും വെച്ച് ഡെയിലി ഉള്ള എണ്ണ തേപ്പ് ശരിയല്ല. കാര്യം എണ്ണ നമ്മൾ ശരീരം തന്നെ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ട് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രൊഡ്യൂസിങ് കുറയുമ്പോഴാണ് ഡാൻഡ്രഫ് ഉണ്ടാകുന്നത്. അമിതമായ വെളിച്ചെണ്ണയുടെ ഉപയോഗം ഡാൻഡ്രഫ് ഉണ്ടാക്കും. അല്ലെങ്കിൽ ഡ്രൈ ആയി പോകുന്നതും ഡാൻഡ്രഫ് ഉണ്ടാക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് നിങ്ങളൊരു ബ്യൂട്ടി ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഹെയർ ക്ലിനിക്കിലോ മറ്റോ പോയി നിങ്ങൾ അത് കറക്റ്റ് വരുത്തണം. ഡാൻഡ്രഫ് എന്തുകൊണ്ട് നിങ്ങൾക്ക് വരുന്നു എന്ന്, ഡാൻഡ്രഫിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ മുടി കൊഴിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഡാൻഡ്രഫ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു ക്ലിനിക്കിൽ പോയിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് തീർച്ചയായിട്ടും അത് നോക്കേണ്ടതാണ്. പിന്നീട് മുടി എന്നും നമ്മൾ ഈ എണ്ണ തേക്കുന്നത് ശ്രദ്ധിക്കണം. മുടി എന്നും ഇത് ആ ഒരു രീതിയിൽ എണ്ണ തേക്കുക, അങ്ങനത്തെ രീതിയിൽ തന്നെ. കാര്യം എണ്ണ തേക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അമിതമായിട്ടുള്ള എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ദോഷമാണ്, എണ്ണ ഒട്ടും ഉപയോഗിച്ചില്ലെങ്കിലും ദോഷമാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും ഭയങ്കര കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് പോകാൻ ഉള്ള ആൾക്കാരാണ്. അപ്പം രാവിലെ കുളിച്ചിട്ട് ഹെയർ ഡ്രയർ ഉപയോഗിച്ച് മുടി ഉണക്കിയിട്ട് സ്ഥിരം ജോലിക്ക് പോകുന്നവരുണ്ടാകാം. അല്ലെങ്കിൽ സ്കൂളിൽ മുടി കെട്ടിക്കൊണ്ട് പോകണം എന്നുള്ളവർ രാവിലെ കുളിച്ചിട്ട് മുടി ഇതുപോലെ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് മുടി ഉണക്കി കെട്ടിവെച്ചിട്ട് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാകാം. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹെയർ ഡ്രയർ സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രൊട്ടക്റ്റിംഗ് സ്പ്രേയോ മറ്റോ ഉപയോഗിച്ചതിന് ശേഷം മാത്രം ഡെയിലിയുള്ള ഹെയർ ഡ്രയറുടെ യൂസ് ചെയ്യുക. കഴിവതും ഹെയർ ഡ്രയർ യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് രാവിലെ മുടി കെട്ടിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ രാവിലത്തെ കുളി നിങ്ങൾ ഒഴിവാക്കുക. വൈകിട്ട് വന്നിട്ട് കുളിക്കാൻ ശ്രമിക്കുക. രാവിലെ കുളിച്ചിട്ട് മുടി ഹെയർ ഡ്രയർ കൊണ്ട് ഉണക്കി മുടി കെട്ടിക്കൊണ്ട് പോകുന്നതിൽ നല്ലത് ഈവനിങ് ടൈം തിരിച്ച് വന്നതിന് ശേഷം കുളിച്ച് സാവകാശം മുടി ഉണങ്ങി നാച്ചുറലായിട്ട് ഉണങ്ങി കിട്ടുന്നത് തന്നെയാണ്. അപ്പം അതുപോലെ മുടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാഷനബിൾ ആയിട്ട് നമ്മൾ കെട്ടാനും അതിനും ആ ഒരു രീതിയിൽ പോകുമ്പോൾ മുടി സ്ട്രെയിറ്റ് ചെയ്യാനും, അതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ ഒരു ബ്യൂട്ടീഷ്യനെയോ അല്ലെങ്കിൽ വേറൊരു നിർദ്ദേശവും ഇല്ലാതെ സ്വയമായിട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്യാനും കേൾ ചെയ്യാനും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓവർ ഹീറ്റ് അത് നമ്മുടെ സ്കിന്നിന് കൂടി ചൂടടിക്കുകയും അത് മുടിക്ക് ഡാമേജ് ഉണ്ടാക്കുകയും മുടി സ്പ്ലിറ്റ് ആകുവാനും ഒക്കെ കാരണമാകുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരു ബ്യൂട്ടീഷ്യനിലോ ഒരു ബ്യൂട്ടി ക്ലിനിക്കിലോ മറ്റോ പോയി അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഒരു 6 months 1 year ഒക്കെ ആയിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ ഹെയർ സ്മൂത്തനിങ്ങും മറ്റും ഒരിക്കലും നമ്മുടെ ഹെയറിലെ ഒരു പരീക്ഷണവും നമ്മൾ വീട്ടിൽ ചെയ്യാതിരിക്കുക. ഏറ്റവും പ്രധാനമായിട്ടും കളറിങ്. അപ്പൊ നമുക്ക് ഇതൊക്കെ കളറിങ്, ഹെയർ കട്ടിങ്, ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ചാനൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷെ ഒരിക്കലും നമ്മൾ ആ യൂട്യൂബിൽ നോക്കിയിട്ട് നമ്മൾ ഹെയർ കളർ ചെയ്യുക, ഹെയർ സ്ട്രൈറ്റ് ചെയ്യുക, ഹെയർ കട്ടിങ് ചെയ്യുക, ഇതൊന്നും നമ്മൾ പരീക്ഷിക്കാതിരിക്കുക. കാര്യം ഇത് മുടിയാണ്, പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എന്നിരുന്നാൽ പോലും അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ അറിവുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ മുടിക്ക് വേണ്ടുന്ന ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. പിന്നീട് നമുക്ക് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒമേഗ ഫാറ്റിന്റെ ആ രീതിയിൽ ആ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ഗുളികയൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ്, മുടി കൊഴിയുന്നത് തടയുവാനും നല്ലതാണ്. ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ടിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് മുടി കൊഴിച്ചിൽ തടയാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എന്നിട്ടും മുടി കൊഴിയുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണുക, ഇതിന്റെ കാര്യങ്ങൾ തിരക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. ഞാൻ ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ഇതിനിടയ്ക്ക് ഏട്ടൻ നിങ്ങളിലേക്ക് പുതിയ അറിവുകൾ എത്തിക്കുന്നതാണ്. അതുവരേക്കും ബൈ.